അല്ലാഹുവിന്റെ അടുക്കൽ നിനക്ക് വിജയിക്കാൻ കഴിയില്ല. നിനക്ക് പരിശുദ്ധമായ ദീൻ ഒരു മതിൽ കെട്ട് തന്നിട്ടുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു മതിൽ കെട്ട് തന്നിട്ടുണ്ട്. നിന്റെ ശരീരം അവറത്താണ്, നിന്റെ മുടി അവറത്താണ്, നിന്റെ മുടി അവറത്താണ്, നിന്റെ മുൻകൈ അവറത്താണ്, നിന്റെ കാൽപാദങ്ങൾ അവറത്താണ്. നിന്റെ കാലിന്റെ പാദം അന്യപുരുഷൻ കാണാൻ പാടില്ല, നിന്റെ കൈയിന്റെ പാദം അന്യപുരുഷൻ കാണാൻ പാടില്ല. നീ ഔറത്താ മോളെ. നിന്റെ ശരീരം മുഴുവനും മറഞ്ഞിരിക്കണം. നിനക്ക് കാണേണ്ടിയത് കൊണ്ട് കണ്ണ് മാത്രം തുറന്നിരിക്കുക, ബാക്കിയുള്ള ഭാഗം മുഴുവനും ഔറത്താണ്. അത് ഔറത്താണ്, അത് മറയേണ്ട ഭാഗം തന്നെയാണ്. നീ തുറക്കേണ്ടത് എവിടെയാണ്? നിന്റെ ഭർത്താവിന്റെ മുന്നിൽ, നിന്റെ വീട്ടിനുള്ളിൽ. നിന്റെ പുറത്തേക്ക് പോകുമ്പോൾ നിന്റെ ശരീരഭാഗങ്ങൾ മുഴുവനും മറയ്ക്കണം. ചിലർ പറയും ഇതെന്തൊരു ഇസ്ലാമിസ്റ്റാണ്, ഇന്ന് പർദ്ദയിടുന്നവരൊക്കെ കള്ളികളാണെന്ന് പറയാറുണ്ട്. അങ്ങനെ പറയല്ല പെങ്ങളെ, അങ്ങനെ പറയല്ല പെങ്ങളെ. ഈ പർദ്ദ എന്ന് പറയുന്ന മൂടുപടമുണ്ടല്ലോ, ഈ മൂടുപടം ഒരു പെണ്ണിനെ സംരക്ഷിക്കുന്നതാണ്. ഈ മൂടുപടം ഒരു പെണ്ണിനെ സംരക്ഷിക്കുന്നതാണ്. കാരണം ഒരു സ്ത്രീയുടെ മുഴുവൻ ഭാഗവും മറയ്ക്കുന്നത് പർദ്ദയാണ്. പക്ഷേ ഇന്നുള്ള പർദ്ദകൾ ധരിക്കല്ലേ, ഞെരുങ്ങിപ്പിടിച്ച ശൈപ്പടിക്കുന്ന പർദ്ദകൾ ധരിക്കല്ലേ. ആ പർദ്ദകൾ ധരിച്ചിട്ട് അവയവങ്ങളുടെ വടിവുകൾ വെളിയിലേക്ക് കാണുന്ന പർദ്ദ വാങ്ങിക്കൊടുക്കല്ല പുരുഷ. നിന്റെ പൊന്നുമോക്ക് ശരീരത്തിന്റെ വടുവ് കാണുന്ന ചുരിദാർ വാങ്ങിക്കൊടുക്കല്ല പുരുഷ. നിന്റെ ഭാര്യയ്ക്ക് ശരീരത്തിന്റെ വടുവുകൾ കാണുന്ന പർദ്ദ വാങ്ങിക്കൊടുക്കല്ല പുരുഷ. നിന്റെ പെണ്ണിടേണ്ടത് ലൂസുള്ള പർദ്ദയാണ്, നിന്റെ പെണ്ണിടേണ്ടത് ലൂസുള്ള പർദ്ദയാണ്, നിന്റെ മോളിടേണ്ടത് ലൂസുള്ള പർദ്ദയാണ്. ഇന്നൊരു മോള് പർദ്ദയിട്ടാൽ, 15 വയസ്സുള്ള ഒരു മോള് പർദ്ദയിട്ടാൽ വയോവൃദ്ധയായ ഉമ്മ പറയും, എന്തിനാണ് ഈ പൊന്നുമോളെ ഈ ചെറുപ്പത്തിൽ പർദ്ദയിടിയിക്കുന്നത്? എന്തിനാണ് ഈ പൊന്നുമോളെ ഈ ചെറുപ്പത്തിൽ പർദ്ദയിടിയിക്കുന്നത്? പർദ്ദയുണ്ടല്ലോ സംസ്കാരമാ മോളെ, നിന്റെ ദീനുണ്ടല്ലോ സംസ്കാരമാ മോളെ. ആ ദീനനുസരിച്ച് നീ മുന്നോട്ട് പോയാൽ അള്ളാന്റെ കോടതിയിൽ നിനക്ക് രക്ഷപ്പെടുക തന്നെ ചെയ്യും. അള്ളാന്റെ കോടതിയിൽ നിനക്ക് വമ്പിച്ച വിജയമാണ്. അതല്ല കണ്ട് നിന്റെ ശരീരത്തിനെ മറക്കാതെയാണ് നിന്റെ ജീവിതത്തിന്റെ പോക്കെങ്കിൽ അവിടെയാണ് പെങ്ങളെ നരകമുണ്ടെന്ന് വിളിച്ചു പറയുന്നത്. എവിടെയാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മെ ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഇന്നെന്താ വേഷം? അതിനെപ്പറ്റി ഇങ്ങോട്ട് വരാനുണ്ട്. ആ വേഷങ്ങളൊക്കെ പറ്റി പറയാനുണ്ട്. പറയാതെ പോകാൻ പറ്റത്തില്ല. അപ്പം ചിലർ വിചാരിക്കും ഈ ഉസ്താദ് എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഉസ്താദ് അല്ലെങ്കിൽ എന്തിനാ അങ്ങനൊക്കെ നോക്കണത്? എടാ മുമ്പിൽ കൊണ്ടുവന്ന് തുറന്നു കാണിച്ചാൽ നോക്കാതിരിക്കാൻ പറ്റും അല്ലേ? ഉസ്താദിന് കണ്ണടയ്ക്കാൻ പറയുന്നില്ലല്ലോ. അല്ല, പുരുഷന്റെ അവൃത്ത് അങ്ങനല്ലോ. പുരുഷന്റെ വ്രതം എവിടെയാണ്? മുട്ടുവെക്കലിനിടയിലാണല്ലോ വ്രതം എന്ന് പറയും. നമ്മൾ നല്ലോണം മറച്ച് നടക്കുന്നത് അല്ലേ? പുരുഷന്മാരെല്ലാം നല്ല നിലയിൽ മറച്ച് നടക്കുന്നു. മുട്ടുവെക്കലിന്റെ വ്രതം പറഞ്ഞാൽ മുണ്ടെടുത്ത് നടക്കുന്നുണ്ട്, ഉടുപ്പിടാതെ. ഇല്ല, നമ്മൾ സെറ്റപ്പായിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഈ പെണ്ണുങ്ങളെ പറയാതിരിക്കാൻ പറ്റും. ഒരു കല്ലെടുത്ത് നോക്കൂ സാർ, ഇതൊരു കുലുക്കമുണ്ട്, ഒരു കല്ല് മൊയിന് സാർ കൊടുക്കുന്നു. ചിലപ്പോൾ അങ്ങോട്ടങ്ങ് പോകും. ഒരു 3 സ്ഥലത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കച്ചില്ല. ഇതേ ഉള്ളൂ നമുക്ക് നാളെ മഹ്ശർ രക്ഷപ്പെടാനുണ്ട്. ഉറക്കച്ചില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വല്ലാലി വല്ലസുഹാബി സല്ലിം. പെണ്ണുങ്ങളെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇന്നിപ്പം നമുക്ക് പറയാനുണ്ട്, എങ്കിലും ഓർക്കുമ്പോൾ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞു ഇടയ്ക്ക് വെച്ച് നിർത്താൻ ഓർക്കുമ്പോൾ പറയാമല്ലോ. ഇന്നിപ്പോൾ ഉമ്മായും മോളും കൂടെ നടന്നു പോകുന്ന കണ്ടാലേ മോള് നല്ലത് പോകണം ഇങ്ങനെയൊക്കെ ഇട്ട്. ഇപ്പോൾ ഒരു പുതിയൊരു കെട്ടുണ്ട് ഇങ്ങനെ അല്ലേ? പുതിയൊരു കെട്ടാൻ
മോള് നല്ലോണം പൊതിഞ്ഞ് നടക്കണം. ഉമ്മയ ഇങ്ങനെ ഇങ്ങനെ ഈ കിട്ടേക്ക് നീ കോലം ഈ സാരി എങ്ങാണം കൊടുങ്കാറ്റ് എടുത്തോണ്ട് പോകുമ്പോൾ കൊടുങ്കാറ്റെങ്ങാണം അടിച്ച റഹ്മാനായ റബ്ബേ തീർന്നു. ഉമ്മയെക്കാട്ടി നല്ല അടക്കത്തോടു കൂടിയാണ് മോള് നടക്കുന്നത്. പക്ഷെ മോക്ക് ഇച്ചിരി ഷെയ്പ്പടി കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഇച്ചിരി കണ്ടോട്ടെ എന്നുള്ള വാക്കത്തിന് തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അത്ര തുണിയാണ്. ഇന്നിപ്പോ ഒരു പുതിയൊരു ഉടുപ്പിറങ്ങിയിട്ടുണ്ട്, അതിന് ഈ ഷാളില്ല. പെണ്ണിന്റെ ഉടുപ്പിന് ഒരു പുതിയ ഉടുപ്പിറങ്ങിയിട്ടുണ്ട്. പേരൊക്കെ ചെറുപ്പക്കാരുടെ ചിലരെത്തുള്ളൂ, അവരാണ് ഈ ഇതെല്ലാം നോക്കി വെക്കുന്നത്. പുതിയ ഉടുപ്പ് ഇറങ്ങിയിരിക്കുകയാണ്, അതിനെന്തില്ല, ഷാളില്ല. അപ്പൊ ഈ ഷാളില്ലാതെ പോകുമ്പോ എന്താണ് ഈ ഉടുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നതിന്റെ പ്രത്യേകത ഇത് ഇങ്ങനെ മുഴച്ച് നിൽക്കണം എന്നുള്ള പ്രത്യേകതയാണ്. അതാണ് ഈ ഉടുപ്പുകാരിറക്കിക്കുന്നതിന്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ ഇട്ടുകൊണ്ട് നിന്റെ മോള് പുറത്തേക്ക് പോയാൽ, ഇങ്ങനെ ഇട്ടുകൊണ്ട് നിന്റെ ഭാര്യ പുറത്തേക്ക് പോയാൽ, നിന്റെ ഭാര്യ നോക്കാനും കമന്റ് അടിക്കാനും എത്ര ആളുകളുണ്ടാകും, ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് എന്റെ ക്ലാപ്പനയിലെ പെങ്ങളെ, നിന്റെ ശരീരം ഔറത്താ മോളെ. നിന്റെ ശരീരത്തിന്റെ വടുവരന്യ പുരുഷൻ കണ്ടാൽ, നിന്റെ ശരീരത്തിന്റെ വടുവരന്യ പുരുഷൻ കണ്ടാൽ, ആ ശരീരം കണ്ടിട്ടവനെ ഒരു ഹറാമ് ചെയ്യണമെന്ന് തോന്നിയാൽ, നീ അള്ളാന്റെ മുന്നിൽ എങ്ങനെയാ മോളെ, അള്ളാന്റെ മുന്നിൽ എങ്ങനെയാ മോളെ നീ കണക്ക് പറയുക? നിന്റെ സ്വന്തം നഫ്സിനെ പറ്റി, നിന്നെ പറ്റി ചോദിക്കുമ്പോൾ, നിന്റെ പ്രവർത്തന മേഖലകളെ പറ്റി ചോദിക്കുമ്പോൾ, അള്ളാന്റെ മഹ്ശറയിൽ നിന്നെ ഒന്ന് പിടിച്ചു കെട്ടിയാൽ, അള്ളാഹുവിന്റെ മാലാകമാർ ചോദിക്കേണ്ടത് പോലെ ചോദിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ, അള്ളാന്റെ കോടതിയിൽ പെങ്ങളെ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ പെങ്ങളെ? അതുകൊണ്ട് എന്റെ പെങ്ങന്മാരോട് ഞാൻ പറയുകയാണ്, ഈ നാട്ടിൽ ഈ സംഘാടകർ, ഈ സിറാജുൽ ഹുദ എന്ന് പറയുന്ന സാധു സഹായ സമിതി നടത്തിയിരിക്കുന്ന ഈ വാദമായി പറയുകയാണ്, പെങ്ങളെ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണമോ? നിങ്ങൾ സ്വർഗത്തിലെ മഹിളാരത്നങ്ങളാകണോ? എന്നാൽ ഈ നിമിഷം ഒരു കാര്യം തീരുമാനിക്കുക, ഇൻഷാ അല്ലാഹ് ഞാൻ സാരി ഉടുക്കുന്നവളാണെങ്കിൽ ഇനി ഞാൻ പർദ്ദയിടും, പർദ്ദയിടുന്നവളാണെങ്കിൽ ഇനി ഞാൻ എന്റെ പർദ്ദയിൽ ഷെയ്പ്പടിക്കുകയില്ല, ഇനി എന്റെ പർദ്ദയിൽ നിന്ന് ഷെയ്പ്പില്ല, ഇനി എന്റെ പർദ്ദ ഇനി ഇച്ചിരി ലൂസായിട്ടിടും. ലൂസായിട്ട് പർദ്ദയിടുമ്പോൾ ആ ലൂസുള്ള പെണ്ണുങ്ങളെ കമന്റ് അടിക്കാൻ പുരുഷൻ നിൽക്കൂല, കാരണം ശരീരത്തിന്റെ വടുവുകൾ എടുത്ത് കാണിക്കുന്നില്ല. അതുകൊണ്ടല്ലേ രസകരമായി പറയുന്നത്, ഇതാ വലിയ പർദ്ദയിട്ടിരിക്കുന്ന, വലിയ ഷാളിട്ടുകൊണ്ട്, വലിയ പർദ്ദയിട്ടുകൊണ്ട് ഒരു പെണ്ണ് ഒരു യുവതി വണ്ടിയിൽ കയറിയാൽ കണ്ടക്ടർ പറയും, ഉമ്മാ ആ ബസിന്റെ പടിയിൽ നിന്ന് കേറി നിൽക്കൂ ഉമ്മാ. ഈ കണ്ടക്ടർ കണ്ടില്ല, ഇത് തരുണീമണിയായ ഒരു 17 വയസ്സുള്ള പെണ്ണാണെന്ന് കണ്ടക്ടർ കണ്ടില്ല. കണ്ടക്ടർ നോക്കുമ്പോൾ ശരീരഭാഗങ്ങൾ മുഴുവനും മറച്ചിരിക്കുകയാണ്, കണ്ണ് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ശരീരത്തിന്റെ എല്ലാ ഭാഗവും മറച്ചിരിക്കുകയാണ്. ശരീരമുണ്ടല്ലോ ഇറുക്കമല്ല, ഞെരുക്കമല്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും മറച്ചതുകൊണ്ട് ഒരു വയസ്സായ ഉമ്മ നടക്കുന്നത് പോലെ, ഒരു വയസ്സായ ഉമ്മ പോകുന്നത് പോലെ, ക്ലാപ്പനയിലെ പെങ്ങളെ നീ നടക്കുമ്പോൾ വയസ്സായ ഒരു ഉമ്മ പോകുന്നത് പോലെ, വയസ്സായ ഒരു ഉമ്മ പോകുന്നത് പോലെ തോന്നിക്കഴിഞ്ഞാൽ നിന്റെ ശരീരത്തിലേക്ക് ആണുങ്ങളുടെ കണ്ണുങ്ങളുടെ നോട്ടമുണ്ടാകൂല, ആണുങ്ങളുടെ കണ്ണുകൾ അവിടേക്ക് എത്തൂല, അതങ്ങ് വെറുതെ വിടും. അതൊരു വയസ്സായ ഉമ്മയാണ്, അതൊരു വയസ്സായ ഉമ്മയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അവിടെ സ്ത്രീകൾക്ക് വലിയ സ്ഥാനം നൽകുകയാണ്. ഉമ്മ, ഓ പെങ്ങളെ, ഓ ചെറുപ്പക്കാരി, നിന്റെ മുടിയുടെ ഒരു ഭാഗവും പുറത്ത് കാണല്ലേ ഉമ്മാ. എന്റെ കൊച്ചു പെങ്ങളെ, നിന്റെ മുടിയുടെ ഒരു ഭാഗവും വെളിയിൽ കാണല്ലേ. +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന മോള് ഒരുങ്ങി പോകുന്ന വേഷം, അവളുടെ വേഷം പർദ്ദയാകട്ടെ. ഇന്നത്തെ കാലഘട്ടത്തില്, ഇന്നത്തെ ന്യൂ ജനറേഷന്റെ കാലഘട്ടം വല്ലാത്ത കാലഘട്ടമാ. ശരീരത്തിലേക്ക് ഫിറ്റായി കിടക്കുന്നതായ ഡ്രസ്സുകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് നിന്റെ മോക്ക് വാങ്ങിക്കൊടുക്കല്ല ഉപ്പാ, അത് നിന്റെ പൊന്നുമോക്ക് വാങ്ങിക്കൊടുക്കല്ല ഉപ്പാ.
അത് ഹറാമാ ഉപ്പാ. അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ ഈ പൊന്നുമോള് നിനക്കെതിരെ സാക്ഷി പറയും ഉപ്പാ, ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല അല്ലാ, ഇതെന്റെ ഉപ്പ വാങ്ങി തന്നതാണ്, ഇതിന്റെ കുറ്റക്കാരൻ എന്റെ ഉപ്പയാണെന്ന് നാളെ മഹ്ശറയിൽ ഉപ്പയെ പിടിച്ചു കെട്ടുന്ന കാലം വരുമെന്ന് ഹബീബി വറൂഹി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പെങ്ങളെ ഒന്നുണരുക. ഇനി എത്ര നാളാണ് ഈ ഭൂമി ലോകത്തുണ്ടാകുന്നതെന്നറിയില്ല, ഇനി എത്ര നാളാണ് ഈ ഭൂമി ലോകത്തുണ്ടാകുന്നതെന്നറിയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെയും വന്നൊരു നാള് റൂഹ് പിടിക്കുന്ന സുദിനം എപ്പോഴാണെന്നറിയില്ല. അത് സുജൂദിൽ കിടക്കുമ്പോൾ ആക്കണേ അല്ലാ. എന്റെ റൂഹ് പിടിക്കുന്നത് സുജൂദിൽ കിടക്കുമ്പോൾ ആക്കണേ അല്ലാ. ക്ലാപ്പനയിലെ പെങ്ങളെ നീ ദുആ ചെയ്യ്, നീ ആമീൻ പറയ്. അല്ലാ, ഞാൻ മരിക്കുമ്പോ സുജൂദിലാകുമ്പോൾ എന്നെ മരിപ്പിക്കണം അല്ലാ. നിന്നെ പറ്റി ഓർക്കുമ്പോൾ എന്നെ മരിപ്പിക്കണം അല്ലാ. നിന്റെ ഹബീബിനെ പറ്റി ഓർക്കുമ്പോൾ മരിപ്പിക്കണം അല്ലാ. ഈ ക്ലാപ്പനയിലെ പെങ്ങന്മാര്, അല്ലാഹുവേ, നാടിലെ മൊത്തം സഹോദരിമാര്, അല്ലാഹുവേ, നല്ല കാര്യം പറയുമ്പോൾ ഇബാദത്ത് ചെയ്യുമ്പോൾ ഞങ്ങളെ മരിപ്പിക്കണം അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, എത്ര വട്ടമാണ് നീ അല്ലാഹുവിനോട് പറഞ്ഞത്, അല്ലാ എന്നെ മുഅ്മിനായി മരിപ്പിക്കണം അല്ലാ. എത്ര വട്ടമാ ഉപ്പാ നിന്റെ മക്കൾക്ക് വേണ്ടി എത്ര വട്ടമാണ് ദുആ ചെയ്തത്. അല്ലാ, എന്റെ പൊന്നാര മക്കളെ ഡോക്ടറാക്കണമെന്ന് ദുആ ചെയ്തു, എന്റെ പൊന്നാര മക്കളെ എഞ്ചിനീയർ ആക്കണമെന്ന് ദുആ ചെയ്തു. എന്നാൽ ഞാൻ ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഇന്ന് വെള്ളിയാഴ്ച സുദിനമായിരുന്നു. ഖുർആനിൽ നിന്നും എത്ര ആയത്താണ് ഉപ്പാ നിന്റെ പൊന്നുമോളെ കൊണ്ട് ഓദിപ്പിച്ചത്? എത്ര ആയത്താണ് ഉപ്പാ? നിന്റെ സഹധർമ്മിണിയെ കൊണ്ട് ഇന്ന് ഖുർആൻ ശരീഫിൽ നിന്നും എത്ര ആയത്തോതി? ചോദിച്ചാൽ പറയും, എന്നാണ് ഖുർആൻ ഓതിയതെന്ന് അറിയില്ല. കഴിഞ്ഞ റമളാനിലാണോ അടയാളം വെച്ചത് എവിടെന്നറിയില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ സദസ്സിനോട് ഞാൻ ചോദിക്കുന്നു ഉപ്പാ, ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിയോ? നിന്റെ മോളെ കൊണ്ട് ഓദിപ്പിച്ചോ? നിന്റെ മോനെ കൊണ്ട് ഓദിപ്പിച്ചോ? നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ കൊണ്ട് ഓദിപ്പിച്ചോ ഈ സൂറത്തുൽ കഹ്ഫ്? അല്ലെങ്കിൽ ഇന്ന് എത്ര സ്വലാത്ത് ചൊല്ലി ഉപ്പാ? നിന്റെ പൊന്നുമോളെ കൊണ്ട് ഇന്ന് എത്ര സ്വലാത്ത് ചൊല്ലിപ്പിച്ചു? നിന്റെ പൊന്നുമോനെ കൊണ്ട് ഇന്ന് എത്ര സ്വലാത്ത് ചൊല്ലിപ്പിച്ചു? ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ പടച്ച റബ്ബ് ചോദ്യം ചോദിക്കും, നിന്റെ മക്കളെ എങ്ങനെയാ പോറ്റി വളർത്തിയത്? നിന്റെ മക്കൾക്ക് എങ്ങനെയാ ദീൻ സംസ്കാരം കൊടുത്തത്? നിന്റെ മക്കൾ നിസ്കരിക്കാതിരുന്നപ്പോൾ ചോദിച്ചോ ഇന്നൊരു ഭർത്താക്കന്മാരോട്, ഇന്നല്ലെങ്കിൽ ഇന്ന് കല്യാണം കഴിഞ്ഞ ഭർത്താവിനോട്, പൊന്നുമോനാകാ ഉപ്പ 5 നേരം പള്ളിയിൽ പോകുന്ന ആളാണ്, കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ കിടക്കുമ്പോൾ മോൻ അവിടെ കിടക്കട്ടെ, കല്യാണം കഴിഞ്ഞല്ലേ മോൻ അവിടെ കിടക്കട്ടെ, ഞാൻ പള്ളിയിൽ പോയി 1-ാം സഫിൽ, അല്ലാഹു അക്ബർ, മോൻ അവിടെ കിടക്കട്ടെ. ഇന്ന് എത്ര മക്കളെയാണ് പള്ളിയിൽ പോകുമ്പോൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അല്ലാ, വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ചയും കണ്ടമാനം ദുആ ചെയ്തു, അല്ലാഹുവേ, എന്നെയും എന്റെ കുടുംബത്തെയും മുസ്ലിമായി മരിപ്പിക്കണം അല്ലാ. മരിക്കുമ്പോൾ കലിമ ചൊല്ലി മരിക്കണം അല്ലാ. ഉപ്പാ, എത്ര വട്ടം ദുആ ചെയ്തു ഉപ്പാ? നിന്റെ മക്കളെ മുഅ്മിനായി മരിപ്പിക്കണമെന്ന് എത്ര വട്ടം ദുആ ചെയ്തു ഉപ്പാ? ഉമ്മാ, എത്ര വട്ടം നിന്റെ പൊന്നുമോക്ക് വേണ്ടി മുഅ്മിനത്തായി മരിക്കണമെന്ന് ദുആ ചെയ്തു ഉമ്മാ? എന്റെ പൊന്നുമോള് മരിക്കുമ്പോൾ നെറ്റിത്തടം വിയർത്തൊലിച്ച് മരിക്കണമെന്ന് നിന്റെ പൊന്നുമോക്ക് വേണ്ടി എത്ര വട്ടം ദുആ ചെയ്തു? അറിയില്ലേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഏറ്റവും വലിയ സൗന്ദര്യം കൊടുത്ത അല്ലാഹുവിന്റെ പ്രവാചകർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൗന്ദര്യം
സൗന്ദര്യം കൊടുത്ത പ്രവാചകരാണ്. അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ഇഷ്ടദാസനല്ലേ സയ്യിദുനാ വ നബിയുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. സൗന്ദര്യത്തെ രണ്ടായിട്ട് കീറി മുറിച്ചിട്ട് നേർപകുതി സൗന്ദര്യം അള്ളാന്റെ റസൂലിന് കൊടുത്തില്ലേ? എന്നിട്ട് അതിന്റെ പകുതിയുള്ളതിനെ വീണ്ടും രണ്ടായിട്ട് ഓഹരിച്ചിട്ട് അതിന്റെ നേർപകുതി സൗന്ദര്യം അത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടതായ പ്രവാചകരായ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്തില്ലേ? അള്ളാഹു യൂസുഫ് നബിക്ക് സൗന്ദര്യം കൊടുത്തു, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു, സർവ്വതും കൊടുത്തു. സാന്ദർഭികവശാൽ ഞാൻ പറയുകയാണ്, മരണം നമ്മളോടൊപ്പമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നിന്റെ രണ്ട് ചെരുപ്പിന്റെ വാറിനേക്കാളിനടുത്ത് മരണം കിടക്കുകയാണ്. ഉമ്മാ, എന്റെ പൊന്നു പെങ്ങളെ, നീ സ്കൂളിലേക്ക് അണിഞ്ഞൊരുങ്ങി പോകുമ്പോൾ യാതൊരു ദീനുമില്ലാതെ പോകുമ്പോൾ ഞാൻ അടുത്തൊരു മദ്രസയിൽ, ഈ കായംകുള ഭാഗത്തൊരു മദ്രസയിൽ പോയി. അവിടെ ചേർക്കാൻ ഒരു പെൺകുട്ടി വന്നു. പറയാതിരിക്കാൻ നിർവാഹമില്ല. അവിടെ ഒരു മോളെ ചേർക്കാൻ വന്നതാണ്. പുറത്തു നിൽക്കുന്നത് ഒരു തള്ളയാണ്. കണ്ടാലോ യാതൊരുവിധ ഇസ്ലാമിസ്റ്റുമില്ലാത്ത ഒരു പെണ്ണാണ്. മുടി മുഴുവനും പുറത്ത് കാണാം. ഞാൻ പറഞ്ഞുവല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ ഷാള് മാത്രം ഇങ്ങനെ സാരി ഉടുത്തിരിക്കുകയാണ്. ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. ബ്ലൗസിന്റെ അളവ് 3/4 മീറ്റർ പോലും കാണൂല. അങ്ങനത്തെ ഒരു പെണ്ണ് നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെ പോകാൻ വന്നതാണ്? ഞാൻ എന്റെ മോളെ ചേർക്കാൻ വന്നതാണ്. മദ്രസ കലാലയത്തിൽ പൊന്നുമോളെ ചേർക്കാൻ വന്ന 3/4 സെന്റിമീറ്റർ മാത്രമുള്ള ബ്ലൗസും ഇട്ട് കേറാ അവിടെയും ഇവിടെയും കാണുന്ന സാരിയും എടുത്തിട്ട് മദ്രസയുടെ മുമ്പിൽ വന്നിട്ട് കുട്ടിയെ ചേർക്കാൻ വന്നതാണ്. ഉമ്മാ, നിന്റെ പൊന്നുമോള് അങ്ങനെ അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് പോയാൽ, നിന്റെ പൊന്നുമോടെ റൂഹ് അങ്ങനെ പിടിച്ചാൽ പോകുന്ന വഴിയിൽ ഇതാ 3/4 സെന്റിമീറ്റർ ഉള്ളതായ ബ്ലൗസിൽ നടക്കുമ്പോൾ, സാരി ഉടുത്ത് നടക്കുമ്പോൾ, അല്ലെങ്കിലോ അവിടെയും ഇവിടെയും കാണുന്നതായ തടിപ്പ്, എവിടെയും കാണുന്നതായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നിന്റെ മോള് പോകുന്നതെങ്കിൽ, ക്ലാപ്പനയിൽ നിന്നും ബസ്സിൽ നിന്റെ മോളങ്ങ് കയറിയാൽ, അങ്ങനെ കയറി കഴിഞ്ഞ് നിന്റെ മോക്കൊരു തലക്കറക്കം സംഭവിച്ചാൽ, അങ്ങനെ നിന്റെ പൊന്നുമോളങ്ങ് മരിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ പൊന്നുമോള് മരിച്ചു കിടക്കുന്നത് ശരീരഭാഗങ്ങൾ മുഴുവനും കാണുന്ന നിലയിലല്ലേ മരിച്ചു കിടക്കുന്നത്? അങ്ങനെ മരിച്ചു കിടന്ന് നിന്നെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കിയാൽ, ആ മോള് മരിച്ച കാരണത്താൽ നിനക്ക് വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. ആ മോള് മരിച്ച കാരണത്താൽ നിനക്ക് വല്ലാത്ത വേദന തോന്നാറുണ്ട്. പക്ഷേ ഈ മോളെ നാളെ മഹശറാവൻ സഭയിൽ അള്ളാഹു ഹാജരാക്കുമ്പോൾ, മോളെ എന്തിനാ നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ആ പെണ്ണുമോള് പറയും, എന്റെ തെറ്റുകാരി ഉമ്മയാണ്. ഈ ഉമ്മ എനിക്ക് മാർഗദർശനം പറഞ്ഞു തന്നില്ല. ഈ ഉപ്പ എനിക്ക് നല്ല വസ്ത്രം വാങ്ങി തന്നില്ല. ഈ ഉപ്പ എനിക്ക് ശരീരം മുഴുവനും മറയ്ക്കുന്ന വസ്ത്രം വാങ്ങി തന്നില്ല. എന്റെ ഉപ്പയും ഉമ്മയുമാണ് അതിന് കുറ്റക്കാരെന്ന് അള്ളാന്റെ കോടതിയിൽ പറയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പെങ്ങളെ, മരണത്തെ പറ്റി ഒന്ന് ചിന്തിക്ക്. മരിക്കുന്നവരാണെന്ന് ചിന്തിക്ക്. നീ മരിക്കുക തന്നെ ചെയ്യും പെങ്ങളെ. പ്രിയപ്പെട്ട ഉപ്പ മരിക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, സർവ്വവിധ സൗകര്യവും കൊടുത്തില്ലേ? സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറ السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما والحقني بالصالحين.
എനിക്ക് രാജാധികാരം തന്ന അല്ലാ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, എനിക്ക് രാജാധികാരം തന്ന അല്ലാ, എനിക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു തന്ന അല്ലാ. ഉറക്കിൽ ഒരാളൊരു സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇന്നതാണ്. ഉറക്കിൽ ആനയെ സ്വപ്നം കണ്ടു, ഉറക്കിൽ പോത്തിന് സ്വപ്നം കണ്ടു, ഉറക്കിലുണ്ടല്ലോ എന്ന് വേണ്ട ഉറക്കിൽ ആടിന് സ്വപ്നം കണ്ടു. എന്താണ് അതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു സയ്യിദുനാ വ നബിയുനാ യൂസുഫ് അലൈഹിസ്സലാം. എല്ലാവിധ സംവിധാനങ്ങളും അല്ലാഹു കൊടുത്തപ്പോൾ, പടച്ച റബ്ബ് എല്ലാവിധ സംവിധാനങ്ങളും യൂസുഫ് നബിക്ക് കൊടുത്തപ്പോൾ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞതെന്താ? ഫാത്തിറസ് സമാവാതി വൽ അർള് അന്ത വലി ഫി ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ والحقني بالصالحين. അല്ലാ, ഈ അധികാരം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അല്ലാ. ഈ അധികാരം കൊണ്ട് റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയില്ല അല്ലാ. ഈ അധികാരം കൊണ്ട് റബ്ബിന്റെ മുന്നിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അല്ലാ. ഈ സ്വപ്ന വ്യാഖ്യാനം കൊണ്ട് എനിക്ക് റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയില്ല അല്ലാ. തവഫനി മുസ്ലിമാ. അല്ലാഹുവേ, അല്ലാഹുവേ, ആകാശങ്ങളെ പടച്ചവൻ നീയാണല്ലോ, ഭൂമിയെ പടച്ചവൻ നീയാണല്ലോ, ഇതിന്റെ അധിപൻ നീയാണല്ലോ, സർവസ്വം നീയാണല്ലോ. പക്ഷേ ഇതെല്ലാം നീയാണ് റബ്ബേ. ഈ നൽകിയിരിക്കുന്ന ഔദാര്യങ്ങളും അനുഗ്രഹങ്ങളും ഒന്നും കൊണ്ട് എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല അല്ലാ. എനിക്ക് വേണ്ടത് എന്താണെന്നറിയോ അല്ലാ? തവഫനി മുസ്ലിമാ, എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണം അല്ലാ. വൽഹഖ്നി ബിസ്സാലിഹീൻ, എന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമല്ല എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗത്തിൽ നിന്റെ ഭർത്താവ് നിനക്ക് കൂട്ടാകണ്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മാ, സ്വർഗത്തിൽ നിന്റെ ഭർത്താവ് കൂട്ടാകണ്ടേ പെങ്ങളെ, നിനക്ക് സ്വർഗീയ മഹിളകളിൽ പെടണ്ടേ പെങ്ങളെ. എന്നാൽ നീ സ്വർഗത്തിന്റെ മഹിളകളിൽ പെടാൻ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറഞ്ഞു തരാ, ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞു തരാ. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറിയാതങ്ങ് സുബഹിക്കങ്ങ് ഉറങ്ങിപ്പോയാ, പ്രിയപ്പെട്ടവരെ, ഒന്നെണീക്കൂ, ഒന്നെണീക്കൂ. അസ്സലാത്തു ഖൈറും മിനൻ നൗം. പള്ളിയിൽ നിന്നും മുഅദ്ദിൻ സാഹിബ് വിളിച്ചു പറയുക, പള്ളിയിൽ നിന്നും മുഅദ്ദിൻ സാഹിബ് വിളിച്ചു പറയുക, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറക്കത്തെക്കാട്ടിൽ ശ്രേഷ്ഠമാണ് നിസ്കാരമാ, ഉറക്കത്തെക്കാട്ടിൽ ശ്രേഷ്ഠം നിസ്കാരമാണെന്ന് പള്ളിയിൽ നിന്നും മുഅദ്ദിൻ സാഹിബ് വിളിച്ചു പറയുമ്പോൾ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒന്ന് വിളിച്ചുണർത്തണേ. അവൻ ഗ്രഹിക്കാത്ത നിലയിൽ, അവൻ ഗ്രഹിക്കാത്ത നിലയിൽ അവനെ ഒന്ന് വിളിച്ചുണർത്തണേ. വിളിച്ചുണർത്തി പള്ളിയിലേക്ക് വിടാൻ പറ്റുന്ന ആ ഭർത്താവിനെ ദീനീ നിഷ്ഠയോടുകൂടി, ആ ഭർത്താവ് പ്രിയപ്പെട്ട പെങ്ങളെയും ദീനീ നിഷ്ഠയോടുകൂടി ഇനി ആദ്യം എണീക്കുന്നത് നീയാണെങ്കിൽ ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പിതാവേ, നീയാണ് ആദ്യം എണീക്കുന്നതെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ ഒന്ന് വിളിച്ചുണർത്തണേ. നിസ്കരിക്കാൻ സമയമായി, ഒന്ന് വിളിച്ചുണർത്തണേ. എണീക്കൂ, എണീക്കൂ എന്ന് പറയണേ. സാന്ദർഭികവശാൽ പറയട്ടെ, ഭർത്താവിനെ എടോ എന്ന് വിളിക്കല്ല പെങ്ങളെ, ഭർത്താവിനെ എടാ എന്ന് വിളിക്കല്ല പെങ്ങളെ.
നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിക്കാൻ ഒരു നല്ല പേര് കണ്ടെത്തണം, നല്ല പേര് കണ്ടെത്തണം. അത് നല്ല ഒരു പേര് കണ്ടെത്തണം. പ്രിയപ്പെട്ട ഭർത്താവിന് നീയും അതുപോലെ എടാ എന്നുള്ള വിളിക്കരുത്. പ്രിയപ്പെട്ട ഭർത്താവും പെണ്ണിനെ എടി എന്ന് വിളിച്ചുച്ചരിക്കരുത്. എന്തെല്ലാം നല്ല പേരുകളാണ് നിങ്ങൾ രണ്ടുപേരും കേൾക്കുന്ന. നിങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഒരു സ്പെഷ്യൽ പേര് കണ്ടെത്തണമെന്ന്, ഒരു സ്പെഷ്യൽ പേര് നിങ്ങൾ കണ്ടെത്തുക തന്നെ വേണം. അതുപോലെ പ്രിയപ്പെട്ടതായ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടതായ മക്കളുമാരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ അസഭ്യം പറയരുത്, അസഭ്യം പറയരുത്. നിന്റെ മക്കൾ ഒരു പക്ഷേ ആ അസഭ്യം കേട്ട് ആ മക്കളുമാരെത്തുമ്പോൾ അവർ നാളെ മഹ്ശറയിൽ വിളിച്ച് പറയുന്നതാണ്, ഇത് ഞങ്ങളെ പഠിപ്പിച്ചത് ഉമ്മയാ. ഇടതിരിക്കുന്ന മലക്കെഴുതിയിരിക്കുന്ന തിന്മകള് നാളെ ആഖിറത്തിൽ അല്ലാഹു, നാളെ മഹ്ശറാവൻ സഭയിൽ അല്ലാഹു ഇങ്ങനെ ഇതൊന്ന് റിസർച്ച് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത് എവിടുന്ന് കിട്ടിയെന്ന് മോളോട് ചോദിച്ചാൽ, മോനോട് ചോദിച്ചാൽ, ഇതെനിക്ക് കിട്ടിയത്, എന്നെ പഠിപ്പിച്ചത് എന്റെ ഉപ്പയാണ്, ഉമ്മയാണ്. മഹ്ശറാവൻ സഭയിൽ ഞെട്ടോട്ടമോടുന്ന അവസരമാ. അതുകൊണ്ട് എന്റെ പെങ്ങളെ, നീ സ്വർഗീയ മഹിളകളിൽ പെടണമോ? കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസ്വാമത് ശഹ്റഹാ വഹസനത് ഫർജഹാ വഅതാഅത് സൗജഹാ دخلت الجنة ربها قيل لها ادخل الجنة من أي باب شئت. അള്ളാന്റെ പ്രവാചകര് പറയാ, പെണ്ണേ, നിനക്ക് സ്വർഗത്തിന്റെ മഹിളകളിൽ പെടണമോ? നിനക്ക് സ്വർഗത്തിന്റെ മഹിളകളിൽ നിനക്ക് പെടണമോ? എന്നാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂട്ടേണ്ടത്, അവളിതാ പഠിച്ചു വെക്കേണ്ടതെന്നാ, അവള് പഠിച്ചു വെക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമെന്നാ. ഇതാ സല്ലത്തിൽ മർഅതു ഖംസഹാ, 5 നേരത്തെ നമസ്കാരം കൃത്യസമയത്ത് പെങ്ങളെ അങ്ങ് നിസ്കരിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, 5 നേരത്തെ നിസ്കാരം കൃത്യസമയത്ത് നമസ്കരിച്ചാൽ, വസ്വാമത്ത് ശഹ്റഹാ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അങ്ങ് നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ, വഹസനത് ഫർജഹാ, അവരുടെ ഗുഹ്യസ്ഥാനത്തെ അവൾ സൂക്ഷിക്കുകയും ചെയ്താൽ, വഅതാഅതു സൗജഹാ, അവരുടെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 5 നേരത്തെ നിസ്കാരം കൃത്യസമയത്ത് നമസ്കരിച്ചു, പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിച്ചു, എന്നിട്ടോ പ്രിയപ്പെട്ട ഭർത്താവിനെ അനുസരിച്ചു, മാത്രമല്ല അവരുടെ ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിക്കുകയും ചെയ്താൽ, അല്ലാഹുവിന്റെ റസൂല് പറയുക, ഖീല ലഹാ ഉദ്ഖുലിൽ ജന്നത മിൻ അയ്യി ബാബിൻ ശിഅതി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവർ സ്വർഗ്ഗത്തിലാ. മോളെ, നീ ഉദ്ദേശിക്കുന്ന വാതിൽ കൂടി സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് കടന്നോ, നീ സ്വർഗീയ മഹിളകളിൽ പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് നമുക്കൊന്ന് വിശദീകരിച്ചേ പറ്റത്തുള്ളൂ. ഈ ഹദീസ് വിശദീകരിക്കാൻ പറ്റത്തില്ല. 5 നേരത്തെ നമസ്കാരം കൃത്യസമയത്ത് നമസ്കരിച്ചാൽ, ഇന്ന് പെണ്ണുങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം എങ്ങനെ അറിയോ? രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടണം, ദോശ ഉണ്ടാക്കണം, ചമ്മന്തി ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കണം, ഉടുപ്പ് കഴുകണം, ഷർട്ട് അയൺ ചെയ്യണം, അങ്ങനെ ജോലി. അത് ഒതുങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാ ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് പിന്നാണ് പല്ല് കേൾക്കുന്നവർ. ഇന്നത്തെ നമ്മുടെ സഹോദരിമാർ ചെയ്യുന്ന പരിപാടി നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. സത്യത്തിൽ പല്ല് തേക്കുന്നത് 10 മണിക്കാണ്. നമ്മളൊക്കെ പല്ല് കേൾക്കുന്ന സുബഹിക്ക് പക്ഷേ എടുത്ത് പല്ല് കേൾക്കും. സൗകര്യമായ പല്ല് തുണി പല്ലേക്കണം. കുറ്റമ്മൻ്റെ കഥയില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തുവാ? ചോറ് വെക്കണം. 10 മണിക്ക് എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും പോയി. പിന്നെ പെണ്ണ് മാത്രം ഒറ്റയ്ക്കാണ് വീട്ടിൽ, അല്ലേ?
പിന്നെ മോടെ കഴിവാൻ കാണും, മരുമോടെ കഴിവാൻ കാണും, മരുമോൻ്റെ കഴിവാൻ കാണും എന്ന് വേണ്ട ഒരു കഴുകലിൻ്റെ ഒരു സംഭവമാണ് അല്ലേ? അതെല്ലാം കഴുകിയൊന്ന് വിരിച്ചു വരുമ്പോഴത്തേക്ക് ലോഹറിൻ്റെ സമയവും. ഇതിനിടയിൽ പെങ്ങന്മാരുടെ കഷ്ടപ്പാട്, ഇതിനിടയിൽ ചോറ് വെക്കണം, കറി വെക്കണം, അത് വേണ്ട, ഇക്കാക്ക് 5-6 കൂട്ടം തോരൻ അന്ന് വേണ്ട, അതിനോട് സെറ്റപ്പുള്ള എല്ലാം ഉണ്ടാക്കണം. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ലൊഹർവാൻ കുളിക്കുമ്പോഴല്ല തലയിൽ തുണി നോക്കുന്നത്. ലൊഹർവാൻ കുളിക്കുന്നത് അത് വാങ്ങ് കുളിക്കുമ്പോൾ തലയിൽ ഉസ്താനെ കാണുമ്പോഴും വരിക, പള്ളിക്കുറ്റി കാണുമ്പോഴും തലയാണ്. അന്നേരം മാത്രമേ ഉള്ളത്. അത് കഴിഞ്ഞാൽ തീർന്നു. ഇനിയിപ്പോൾ ജമാഅത്തിന് പോയിട്ട് വന്ന ഒരാളെ ഇതിങ്ങനെ തോളിയിട്ടിരിക്കും, ഇതൊരു രസമാണ്, എങ്കിലും കണ്ടോട്ടെ, ബാക്കി എല്ലാവർക്കും കാണാം, ഇവരൊന്നും കാണരുത്. എന്തായാലും ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് ഇതെല്ലാം കഴുകി മറ്റുള്ളതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ ചോറ് ഒന്നും ആയില്ല. അവസാന പിന്നെ ഇതിനിടയിൽ ഒരു ഇച്ചിരി പ്രസാദ ദീപത്തൊക്കെ ഉണ്ട്, അയലത്തവായിട്ട് അവരൊന്നൊരുമിക്കും. ഇന്നലത്തെ സീരിയലിൻ്റെ കഥയും അവർ ചെയ്തതും ഇവർ ചെയ്തതും അമ്മായിമ്മ ചെയ്തതും അച്ഛപ്പൻ ചെയ്തതും ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇതിനിടയിൽ സമയം കണ്ടെത്തിച്ചിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അവർ സംസാരിച്ചേ പറ്റൂ. മുമ്പുള്ള ഉമ്മമാരുടെ കയ്യിൽ എന്തായിരുന്നു? തസ്ബീഹായിരുന്നു. ഇപ്പോഴുള്ള ഉമ്മമാരുടെ റിമോട്ടാണ്. ഇന്നിപ്പോ ഉമ്മമാർക്ക് അതായത് ഈ ദൂരെ നിന്നൊക്കെ കെട്ടിക്കൊണ്ടുവന്ന മരുമക്കൾ ചിലപ്പോൾ ഇച്ചിരി വിദ്യാഭ്യാസവും ദീനും ഒക്കെ ഉള്ളവരായിരിക്കും. ഉമ്മ മുമ്പ് TV കാണാനും, മുമ്പത്തെ കാലത്ത് TV ഒന്നും ഇല്ലല്ലോ. ഉമ്മമാർക്ക് അതിനോട് അലഹ്യം തോന്നരുത് കേട്ടോ. മുമ്പത്തെ കാലത്ത് TV ഒന്നും ഇല്ലല്ലോ. ഈ TV ഒന്നും ഇല്ലാത്തതുകൊണ്ട് പലയിടത്തൊക്കെ പോയാണ് ടിവികൾ കാണുന്നത്. അന്ന് ഈ ഉമ്മമാരെന്ത് ചെയ്തിരുന്നു? ഈ മക്കളുമാരെ അടിച്ചിരുന്നു TV കാണാൻ പോയേനെ. ഇന്ന് ഉമ്മമാരുടെ ഗ്രേഡ് കൂടി. ഇന്ന് കസേരപ്പുറത്തിരുന്ന് റിമോട്ടാ കയ്യിലിരിക്കണേ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ മോള് അല്ലെങ്കിൽ മരുമോള് റിമോട്ട് അത് സംവിധാനം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവളോട് പിന്നെ മിണ്ടൂല എന്ന് മാത്രമല്ല, വേണമെങ്കിൽ മോനെ കൊണ്ട് അവളെ തൊലാക്ക് വരെ ചെല്ലിപ്പിക്കാനുള്ള സംവിധാനം ഈ ഉമ്മ നടത്തും. എന്തിന്റെ പേരിലാ? ഈ റിമോട്ടിനകത്ത് ഇല്ല. കഥ എന്താന്ന് പറയണേ, ഈ ഉമ്മമാര് വിചാരിക്കുന്നത് ഇത് എവിടെയോ നടക്കുന്ന സംഭവം, യാഥാർത്ഥ്യമായ സംഭവമാണെന്ന്. ഉമ്മമാര് കരയും. ഒരുപക്ഷെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചപ്പോൾ അത്രയും കരഞ്ഞിട്ടുണ്ടാവൂല, അതിനെക്കാട്ടി അപ്പുറമായിട്ട് കരയും. ഇതെല്ലാം കഴിഞ്ഞ് അപ്പം ഇതിനിടയിൽ ഒരു ചെറിയൊരു പ്രസാദൊക്കെ പറഞ്ഞു വന്ന് ഇതെല്ലാം കഴിഞ്ഞില്ല, തുണിയൊക്കെ ഇറക്കി വരുമ്പോഴത്തേക്ക് അസ്ർവാങ്ക് വിളിക്കും. ലോഹർ കഴിഞ്ഞു, അസ്ർവാങ്ക് വിളിച്ചു. അപ്പം പിന്നെ ചോറൊക്കെ കൊണ്ടുപോകും. ഞാൻ ഇനിയിപ്പോൾ അസർ ബാങ്ക് വിളിക്കുന്നതിന് ഒരു 2-3 മിനിറ്റ് മുമ്പ് ചിലപ്പോൾ പക്ഷേ ഇച്ചിരിയൊക്കെ പേടി, അള്ളാഹെ പേടിയുള്ളൊരു നോതോടുത്തോട്ട് രണ്ടും കൂടി ഒരുമിച്ച് നിസ്കരിക്കും. ഒരു ഒലോവിന് രണ്ടും കൂടെ നടത്തും. കാരണം എന്താ? ജോലിയാണ്, അത്രയ്ക്ക് ജോലിയാണ്. പിന്നെ അസർ കഴിഞ്ഞ് തുണിയെല്ലാം ഉടക്കി പിന്നെ ആ കൂട്ടത്തിൽ പോകുമ്പോൾ നമ്മുടെ അടുത്ത നസീമയെ കണ്ട്, പിന്നെ ആബിദായെ കണ്ട്, അവരുമായിട്ട് സംസാരിച്ച് തുണി പറയിക്കൊണ്ട് വരുന്ന ഇടയിൽ ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ കൊണ്ടുവച്ച് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മഗ്‌രിബ് കുളിക്കും. മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ പരിപാടി തുടങ്ങി. 7 മണി തൊട്ട് 10 മണി വരെ ആരെയും കിട്ടത്തില്ല. ഭയങ്കര ബിസിയാണ്. പ്രിയപ്പെട്ട ഭർത്താവിന് നാളത്തെ ഉണ്ടാക്കാൻ ഭക്ഷണവുമായിട്ട് കൊണ്ടുവന്ന് ഒക്കെ വരാൻ കണ്ട സമയം കണ്ടത് നല്ലൊരു വാങ്ങ് കാണിക്കാൻ വന്നപ്പോഴാണ് വരുന്നത്. നാളത്തെ സംവിധാനത്തിന് വേണ്ടി സർവ്വവിധ സംവിധാനമായിട്ട് പോയി രാവിലെ തൊട്ട് കഷ്ടപ്പെട്ട് കാര്യങ്ങളുമായിട്ട് വന്ന് അസ്സലാമു അലൈക്കും. എവിടെ ആർക്ക് സലാം? എന്ത് സലാം? ചാത്തപ്പനന്തൊരു മനുഷ്യരാ. ഇവിടെ ടിവിയുടെ പുറത്ത് അബിതാ ഒരു വിളിയുണ്ട്. ഇച്ചിരി പൈസ. ആ വെള്ളം അവിടെ പുറത്തേക്ക് കുടിക്കി. വെള്ളം കുടിക്കാൻ ചായ എന്നെ പുറത്ത് വെച്ചിട്ട് കുടിച്ചോ. എന്നെ വിളിക്കണം, ഞാൻ ഈ പരസ്യമായിട്ടേ വരത്തുള്ളൂ. പരസ്യമായിട്ട് വരത്തുള്ളൂ. TV പരസ്യമാണ് എന്നോട് എനിക്കണം. TV-യിൽ ഇനി പരസ്യം ഇവിടെ എണീക്കാൻ പറ്റും. പ്രിയപ്പെട്ട ഭർത്താവ് വളരെ വിഷമിച്ച് ഇത് നാളത്തേക്കുള്ള എല്ലാവിധ സംവിധാനം, മീന് ഉൾപ്പെടെ എല്ലാവിധ സംവിധാനമായി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ ഭർത്താവിനെ മാനിക്കുന്നില്ല. ഭർത്താവ് അവിടെ നിൽക്കുകയാണ്. ഇനി ഒരു പക്ഷേ ഇനി ഭർത്താവ് ഇച്ചിരി താമസിച്ചാൽ, വരുന്ന സമയവും കഴിഞ്ഞ് താമസിച്ചാൽ പിന്നെ നമ്മുടെ പെണ്ണ് ചാരു കസേരയിൽ കിടത്തയുണ്ട്. ഇങ്ങനെ കാലുമേ കാല് കയറ്റി. എവിടെ ആരെന്ന് ഇത്ര ആരെ കാണാൻ പോയത്? ഏതൊരുത്തിയെ കാണാൻ പോയതാ? അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മൂത്രം പാതി ഒഴിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അത്രയ്ക്കുള്ള ഫൈറ്റിങ് അവിടെ ഫൈറ്റാണ്. ഇങ്ങനൊരു സംവിധാനം ഇതിനകത്തുണ്ട്. എന്നാൽ എൻ്റെ പെങ്ങളെ, അങ്ങനങ്ങാണം നിന്റെ ഭർത്താവിനോട് നീ പറഞ്ഞാൽ നീ സ്വർഗത്തിലെ മഹിളകളാവൂല മോളെ.
ഇങ്ങനെയാണ് നിന്റെ നിസ്കാരമെങ്കില്, നീ തോന്നിയതുപോലെയാണ് നിന്റെ നിസ്കാരമെങ്കില്, ഇതാ സല്ലത്തിൽ മർഅതു ഖംസഹാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണ്? 5 നേരത്തെ നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കുന്ന പെണ്ണ്, ഒരു പെണ്ണ് 5 നേരത്തെ നിസ്കാരം കൃത്യസമയത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ, എന്റെ പെങ്ങളെ ഞാൻ ചോദിക്കുകയാണ്, പ്രഭാതത്തിൽ നിനക്ക് സുബഹിന് മുമ്പൊന്ന് എണീറ്റുകൂടെ മോളെ? എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ പൊന്നുമോളെ സുബഹിന് മുമ്പൊന്ന് എണീപ്പിച്ചുകൂടെ സഹോദരി? ഞാൻ അവസാനം ഒരു കാര്യം പറഞ്ഞു തരാ. ആർക്കും ഒരു രോഗം വരാത്ത ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരും. അതെന്റെ ഉസ്താദുമാര് പറഞ്ഞു തന്ന മരുന്നാണ്. ആർക്കും ഇനി മരിക്കുവോളം രോഗം വരില്ല. അല്ലാ, ഇന്ന് ക്യാൻസറിന് അടിമകളാണ്, പ്ലേഗിന് അടിമകളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ RCCയിലാണ്. സിദ്ദീഖ് മന്നാനി എന്ന് പറഞ്ഞ സഹോദരൻ RCCയിലാണ്. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ മുഈനുദ്ദീൻ മന്നാനി RCCയിൽ പോയിരുന്നു സഹോദരനെ കാണാൻ. അല്ലാ, അത് കണ്ടിട്ട് വാട്സാപ്പിലൂടെ മുസാഅദത്തുൽ മന്നാനിയ എന്ന് പറഞ്ഞ മന്നാനിമാരുടെ ഒരു സംഘം ചേരുന്ന വാട്സാപ്പിൽ കൂടി മുഈനുദ്ദീൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അന്ന് കൊടുങ്ങല്ലൂർ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അന്നേരമാണ് അറിയുന്നത്, കണ്ടിട്ട് വന്ന് പ്രിയപ്പെട്ട എന്റെ ചങ്ങാതി ഒരു കാര്യമായ സംഭാവന. അല്ലാഹു, ക്യാൻസർ ഞങ്ങൾക്ക് തരല്ല അല്ലാ, പ്ലേഗ് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. RCCയുടെ തിരുമുറ്റത്ത് പുഞ്ചു ബാലന്മാര് തലയിതാ ഇട്ടിടിച്ച് ഇടിക്കുകയാണ്. ഈ എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഉസ്താദേ, അവന് ക്യാൻസറാണ് ഉസ്താദ്, ആ വേദനയ്ക്ക് ഇച്ചിരി ശമനം കിട്ടുമെന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ക്യാൻസർ എന്ന് പറയുമ്പോൾ പേടിയാണ്, പ്ലേഗ് എന്ന് പറയുമ്പോൾ പേടിയാണ്, കുഷ്ഠമെന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാണ്. അല്ലാ, ഞങ്ങൾക്ക് ക്യാൻസർ തരല്ല അല്ലാ, ഞങ്ങൾക്ക് പ്ലേഗ് തരല്ല അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കൂട്ടുകാർ, അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടുകാരന്മാരുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാരുടെ മാതാപിതാക്കൾ, അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ ബഹുമാനിക്കുന്നവർ, ഞങ്ങളെ ബഹുമാനിക്കുന്നവർ, അങ്ങനെ ധാരാളം ആളുകളുണ്ട്. അല്ലാ, ശരീരത്തെ മുഴുവനും കാർന്നു തിന്നുന്ന ഈ ക്യാൻസർ ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ഞാൻ പറഞ്ഞു രോഗം വരാതിരിക്കാനും, എന്നാൽ ക്യാൻസറാണ് എനിക്കെന്ന് പറയുമ്പോ ഇനി ആ ക്യാൻസർ വരാതിരിക്കാനുള്ള മരുന്നും ഈ സദസ്സ് തീരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു തരാ. അതും കൊണ്ട് പെങ്ങളെ, നിന്റെ പൊന്നുമോളെ ഒന്ന് പ്രഭാതത്തിൽ നേരത്തെ ഒന്ന് എണീപ്പിക്ക്, നേരത്തെ നീ മിസ്വാക്ക് ചെയ്യ്. എന്നിട്ടുണ്ടല്ലോ കുറെ ദിക്റുകൾ ഓത്, ഖുർആൻ പാരായണം ചെയ്യ്, നേരത്തെ നിന്റെ പരിപാലനം തുടര്. എന്നിട്ട് നീ കൃത്യസമയത്ത് നമസ്കരിക്ക്, പടച്ചവനോട് പറയ്. എന്നിട്ട് പ്രഭാതത്തിലുണ്ടല്ലോ സൂര്യൻ ഉദിച്ച് ഒരു കുന്തം ഒരു മുഴം മൂകിഴിഞ്ഞ് ഉയർന്നതിന് ശേഷം നീ ളുഹാ നിസ്കരിക്കാറുണ്ടോ സഹോദരി? നീ ളുഹാ നിസ്കരിക്കാറുണ്ടോ സഹോദരി? ളുഹാ നിസ്കാരം ചെറിയ കാര്യമല്ല, എല്ലാവരും നിസ്കരിക്കാറുണ്ട്. എന്നാൽ ഫർദ് നിസ്കാരം ഖളാ ഉള്ളവൻ സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ്. എന്നാൽ ഈ ളുഹാ നിസ്കാരം, എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും വീട്ടിലാണ് പുരുഷന്മാര് നിസ്കരിക്കേണ്ടത്. എന്നാൽ ളുഹാ നിസ്കാരം പള്ളിയിലാണ് ചെറുപ്പക്കാര് നിസ്കരിക്കേണ്ടത്. ളുഹാ നിസ്കാരം പള്ളിയിൽ വന്ന് നിസ്കരിക്കലാണ് സുന്നത്ത്. പെണ്ണുങ്ങൾ നിസ്കാരങ്ങൾ വീട്ടിൽ നിസ്കരിക്കട്ടെ. ളുഹാ നിസ്കാരം നിസ്കരിക്കുക. നമ്മുടെ ശരീരങ്ങളിൽ 360 സന്ധികളുണ്ട്. ആ സന്ധികൾക്കെല്ലാം ഇതാ
പൊരുത്തപ്പെടുന്നതിന് വേണ്ടി, ആ സന്ധികളെല്ലാം നമുക്ക് പൂർണ്ണമായി വഴങ്ങുന്നതിന് വേണ്ടി എന്ന് മാത്രമല്ല നീ ഹംദ് പറയുന്നത് സദഖയാ, സുബ്ഹാനല്ലാഹ് പറയൽ സദഖയാണ്, അൽഹംദുലില്ലാഹ് പറയൽ സദഖയാ, അല്ലാഹു അക്ബർ പറയൽ സദഖയാണ്. നീ നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ വായിലേക്ക് ഒരുള്ള ഭക്ഷണം ഉരുട്ടി വെക്കുന്നത് സദഖയാ, നിങ്ങൾ രണ്ടുപേരും ഒരു പ്ലേറ്റിൽ കഴിക്കുന്നത് സദഖയാ എന്ന് വേണ്ട എത്രയോ സദഖകളാണ്, എത്രയോ സദഖകളുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇതാ ളുഹാ നിസ്കാരത്തിന്റെ സംവിധാനങ്ങൾ പറയുമ്പോൾ, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, നീ വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ, നീ സ്കൂട്ടറിലോ കാറിലോ വരുമ്പോൾ ഒരാൾ യാത്ര മധ്യയിൽ നിൽക്കുകയാണെങ്കിൽ അവനെ കയറ്റുന്നതും സദഖയാണ്, നല്ല കാര്യം പറയുന്നത് സദഖയാണ്, നിസ്കരിക്കണോ എന്ന് പറയൽ സദഖയാണ്, മോനെ കള്ള് കുടിക്കരുതെന്ന് പറയൽ സദഖയാണ്, എത്ര ഉപദേശങ്ങൾ ചെയ്യുന്നത് സദഖയാണ്. അതുകൊണ്ട് 360 സന്ധിവേശികൾക്ക് തൃപ്തിപ്പെടുന്ന വിധത്തിൽ നീ എന്ത് ചെയ്യട്ടെ, നിസ്കരിക്കട്ടെ എന്ന് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിന് 360 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ, 360 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് തുല്യമാണ് 2 റക്അത്ത് ദുഹാ നമസ്കാരം. അത് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വിഷമിക്കണ്ട, അത് 2 റക്അത്ത് ദുഹാ നമസ്കരിച്ചാൽ മതി, അതിന്റെ പുണ്യം കിട്ടുമെന്ന് ഹബീബുനാ ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ. എത്ര പേരുണ്ട് ദുഹാ അപ്പം പുരുഷന്മാർ പള്ളിയിൽ പോയി ദുഹാ നിസ്കരിക്കട്ടെ, സ്ത്രീകൾ വീട്ടിൽ ദുഹാ നിസ്കാരം വലിയൊരു സംവിധാനമാണ്, വലിയൊരു സംവിധാനമാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ദുഹാ നിസ്കാരത്തിന്റെ 2 റക്അത്ത് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതനെ മൊയ്നുദ്ദീൻ എന്നായിട്ട് നമ്മൾ പലയിടത്തും യാത്ര ചെയ്യാറുണ്ട്. അദ്ദേഹം ദുഹാ നിസ്കാരം വളരെ കൃത്യം നമസ്കരിക്കുന്നത് വലിയ ഇബാദത്താണ്. വാപ്പായെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാപ്പയുടെ ഖബറും സ്വർഗ്ഗത്തിന്റെ പൂന്തപ്പ്. നിങ്ങളിപ്പോൾ മൊയ്നെ പറഞ്ഞെന്നും പറഞ്ഞ് എനിക്ക് മറ്റുള്ളവരെ ആരും അറിയാത്തതുകൊണ്ട് ഇപ്പോൾ അവരുടെ ബന്ധത്തിൽപ്പെട്ട ധാരാളമുണ്ട്. അബ്ദുറഹ്മാൻ ഉസ്താദ് ഇവിടെ ചേരാവള്ളിക്കാരൊരു സംഘം നേരത്തെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ ഇവിടെ ക്ലാപ്പിന് അബ്ദുറഹ്മാൻ ഉസ്താദ് മരണപ്പെട്ടിട്ടുണ്ട്. ചേരാവള്ളിയിൽ 28 വർഷം ജോലി ചെയ്ത അദ്ദേഹത്തിനെ പാമ്പ് പിടിച്ച ആളെ റമളാൻ വരെ നിൽക്കട്ടോ എന്ന് ചോദിച്ചിട്ട് കമ്മിറ്റിക്കാർ സമ്മതിക്കാതെ പറഞ്ഞിട്ട ആളാണ്. അതെന്ത് ആയിക്കോട്ടെ, 28 കൊല്ലം ഇവിടെ സേവനം ചെയ്ത ആളാണ്. വളരെ തങ്കപ്പെട്ട മനുഷ്യൻ, ആരോടും യാതൊരു വിധ എന്തോന്നും ഇല്ലാതെ മനുഷ്യൻ, നല്ല മനുഷ്യൻ. അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു ഇതിന്റെ കബറും സ്വർഗ്ഗത്തിന്റെ പൂന്തപ്പാക്കട്ടെ. അതുപോലെ നമ്മുടെ അബ്ദുള്ള ഉസ്താദ് മരണപ്പെട്ടു പോയി. അള്ളാഹു അവരുടെയും കബറും സ്വർഗ്ഗത്തിന്റെ പൂന്തപ്പാക്കി മാറ്റുമാറാകട്ടെ. അവരുടെ സഹധർമ്മിണി വളരെ വേദനയിൽ, വളരെ കാലുവേദന, കൈവേദന, വളരെ വിഷമത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ആൺമക്കൾക്കാണ് അവർ ജന്മം കൊടുത്തത്. 4 ആൺമക്കൾക്ക്, അവർ ദീനുമായി നല്ല ബന്ധമുള്ള 4 ആൺമക്കൾക്ക് ജന്മം കൊടുത്തു. പടച്ചവനെ, എങ്ങനെയുള്ള ഉമ്മമാർക്ക് നീ സ്വർഗം കൊടുക്കണം അല്ലാ. ഞങ്ങളുടെ ഉമ്മമാര് ഞങ്ങൾക്കൊക്കെ ജന്മം നൽകി, അതുകൊണ്ട് റബ്ബേ ഞങ്ങൾ ഇവിടെ നിന്ന് പറയുന്നു അല്ലാ, ഞങ്ങളുടെ ഉമ്മമാർക്ക് റബ്ബേ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞൊരു കഥയാണ്. ഈ അടുത്ത് ഒരു നാളെ രാത്രിയിൽ വന്നപ്പോൾ ഉമ്മാടെ അരികിൽ നിന്ന് വന്നിട്ട് പറയാം, ഉമ്മാടെ അരികിൽ നിന്ന് വന്ന് ഉമ്മയോട് നമുക്കൊരു സ്വല്പ സമയം ഒന്ന് സംസാരിക്കണം, എത്ര തിരക്കുണ്ടെങ്കിലും. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, ചെറുപ്പക്കാർ, ഉമ്മയെയും ഉപ്പയെയും അതുപോലെ അധ്യാപകരെയും പൊരുത്തക്കേട് വാങ്ങിച്ച് ഈ ദുനിയാവിൽ ഒന്നും ചെയ്യാൻ കഴിയും. ഉമ്മയടുക്കൽ വന്നിരുന്ന് ഉമ്മക്ക് സുഖമാണോ? എന്തുണ്ട് ഉമ്മ സുഖങ്ങൾ? ഉമ്മ എത്ര നിലയിൽ, എത്ര അത്യാസന്നതയിൽ കിടക്കുന്ന ഉമ്മയാണെങ്കിലും ഉമ്മാടെ തിരുചാരത്ത് വന്നിരുന്ന് ഉമ്മ സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മാക്കൊരു വല്ലാത്ത സ്നേഹമാണ്. അതുപോലെ എത്ര പേരാണ് നമ്മുടെ ഉപ്പമാർക്ക് ഒരു മുത്തം കൊടുക്കാൻ വേണ്ടി മുന്നിലേക്ക് വരുന്നവർ? എത്ര പേരുണ്ട്? ഉമ്മാക്ക് ഉമ്മ കൊടുക്കും, ഉമ്മയോട് സ്നേഹം പറയും, ഉമ്മയോട് തമാശ പറയും, ഉമ്മയോട് കാര്യങ്ങൾ പറയും. പക്ഷെ ഉപ്പയെ, ഇതിന് ജന്മം നൽകിയ ഉപ്പയെ ആരും മറന്നു പോവുകയാണ്. ഉപ്പ, നീ എണീക്കുന്നതിന് മുമ്പേ ഉപ്പ ഇതാ ജോലിക്ക് വേണ്ടി പോയിരിക്കുന്നു. നീ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് രാത്രിയിൽ ഉപ്പ കടന്നു വരുന്നത്. ഈ ഉപ്പയുടെ മനസ്സ് ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ അറിയുന്നില്ല, അല്ലെങ്കിൽ പൊന്നുമോൾ അറിയുന്നില്ല. ഉപ്പയെ നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്നില്ല. എന്തേ ഉപ്പയുടെ കവിളത്തൊരു മുത്തം കൊടുക്കാത്തത്? എന്തേ ഉപ്പയുടെ കാൽ തൊട്ടൊന്ന് മുത്താത്തത്? എന്താ? ഉപ്പയല്ലേ നിന്റെ? എന്തേ ഉപ്പയെ മറന്നു പോകുന്നത്? സാന്ദർഭികവശാൽ ഞാൻ പറഞ്ഞതുള്ളൂ. ഈ വിനീതനോട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞാണ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഊതുന്നതും പാടുന്നതും എൻ്റെ ഉമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. അതിങ്ങനെ പറഞ്ഞ
പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തെന്നറിയോ? നിങ്ങളെയൊക്കെ പോറ്റി വളർത്താൻ വേണ്ടി എന്ത് പാടുപെട്ടെന്നറിയോ? എൻ്റെ ഏറ്റവും മൂത്ത സഹോദരിയെ പ്രസവിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തെ പറ്റി പറയാൻ, എൻ്റെ ഏറ്റവും മൂത്ത പെങ്ങളെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ഉമ്മ നിറവേറോടുകൂടി പ്രസവിക്കാൻ മിനിറ്റുകളെ ബാക്കിയുള്ളൂ. അങ്ങനെ നിൽക്കുന്നവർ എൻ്റെ ഉമ്മയ്ക്ക് വല്ലാത്ത വിശപ്പുണ്ട്. എൻ്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു സംഭവമാണ്. ഒരു വിഷയം ഞാൻ സംസാരിച്ചപ്പം കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട്. തൊട്ടടുത്ത കളയിലിൽ എന്ന് പറയുന്ന ഒരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മ പറഞ്ഞു, എനിക്ക് ഇച്ചിരി ഭക്ഷണം തരൂ, വയറുവല്ലാതെ വിശക്കുന്നുണ്ട്. ഇന്ന് ആരാ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് ഉമ്മമാരാണ്, ഏത് സഹോദരിമാരാണ് അടുത്ത വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തെണ്ടാൻ പോകുന്ന ഒരു സന്ദർഭമുണ്ടോ? എൻ്റെ ഉമ്മ പറയുകയാണ്, കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥ പറഞ്ഞു തരികയാണ് എൻ്റെ അടുക്കൽ. എനിക്ക് വയറ് വല്ലാതെ വിശക്കുന്നു, ഒരുള്ള ഭക്ഷണം എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? അവിടുത്തെ കളിയിൽ ഉമ്മ എൻ്റെ ഉമ്മാക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തു. ഉമ്മ പറഞ്ഞു, എനിക്കത് പൂർണ്ണമായിട്ടും വയറ് പോലും നിറഞ്ഞില്ല. ആ ഭക്ഷണം ഞാൻ കഴിച്ചു. ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെന്ന് വീടിൻ്റെ ഉമ്മർത്ത് കയറിയപ്പം എൻ്റെ ഏറ്റവും മൂത്ത പെങ്ങൾ പ്രസവിക്കുകയാണ്. അള്ളാഹു ഇങ്ങനെയുള്ള ഉമ്മമാർക്ക് റബ്ബേ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം. അള്ളാഹുവേ ഞങ്ങളൊക്കെ ഇവിടെ വരാൻ കാരണക്കാരായ, ഞങ്ങളൊക്കെ സൃഷ്ടിക്കാൻ കാരണക്കാരായ ഞങ്ങളുടെ ഉപ്പമാർ, അള്ളാഹുവേ ആ ഉപ്പമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ. ഇപ്പോൾ അവർ വല്ലാത്ത വേദനയിലും വളരെ വിഷമത്തിൽ രോഗം കൊണ്ട് അവർ വല്ലാത്ത വേദനയിലാണ്. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അള്ളാഹു അവരുടെ കബറിടം നീ സ്വർഗമാക്കണം പടച്ചോനെ, അവരുടെ കബറിടം നീ സ്വർഗമാക്കണം പടച്ചോനെ. ജീവിച്ചിരിക്കുന്ന ഉമ്മായ്ക്കും ഉപ്പായ്ക്കും റബ്ബേ നീ ആനന്ദം കൊടുക്കണം പടച്ചോനെ. ഞങ്ങളെ കൊണ്ടൊരു മോശപ്പെട്ട ഒരു വാക്ക് നമ്മുടെ ഉമ്മ കേൾക്കുന്ന ഒരവസ്ഥ നീ വരുത്തിക്കല്ലേ പടച്ചോനെ. ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ വാപ്പാടെ മുന്നിലേക്ക് തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു വാക്ക് വരുന്ന ഒരവസ്ഥ വരുത്തല്ലേ തമ്മിൽ പിണങ്ങി മാറി താമസിക്കുന്ന ഒരു ദുരവസ്ഥ തരല്ലേ പടച്ചോനെ.